ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട്? രാവിലെ എന്റെ നേരെ പല്ലേക്കാനായിട്ട് ബാത്റൂമിൽ പോയതാ. അടുത്ത ചെല്ല തുറന്നപ്പോഴാണ് ഇതേപോലത്തെ കിടിലം വ്യൂ കണ്ടത്. കുറച്ചേരം ആ വ്യൂ ഒക്കെ കണ്ട് പല്ലേച്ച് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇവനാണ് ഇപ്പോഴും പുതപ്പിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ ടൈം ആയിട്ടില്ല. കുറെ നടക്കണ കാരണം കാലിന്റെ മസിലൊക്കെ ഭയങ്കര ടൈറ്റ് ആയിട്ട് ഇരിക്കായിരുന്നു. ബാഗിൽ നിന്ന് കുറെ സാധനങ്ങൾ പുറത്തേക്ക് വലിച്ചിട്ട് കാരണം ഈ മസാജർ കണ്ടിട്ടേ അതുകൊണ്ട് തന്നെ ടൈറ്റ് ആയ മസിലൊക്കെ ഇപ്പൊ ലൂസ് ആക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോ ഒരു ഫോട്ടോ എടുക്കാനായിട്ട് ബാഗിലുണ്ടായിരുന്ന സാധനം മൊത്തം ഇപ്പൊ ബെഡിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് തോന്നുന്ന സാധനങ്ങൾ മാത്രമേ ഞങ്ങൾ ബാഗിൽ വെക്കാറുള്ളൂ. ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലൊക്കെ കഴിഞ്ഞ് ഒതുക്കി വന്നപ്പോഴേക്കും ചെക്കൗട്ട് ചെയ്യാനുള്ള ടൈമായി. ഓക്കെ, താങ്ക് യു. വെൽക്കം സർ. ഓക്കെ, ബൈ ബൈ. ആൾക്കൊരു ഷെയ്ക്കിന് കൊടുത്ത് അടുത്ത ബസ്സിന്റെ ടൈമും ചോദിച്ചപ്പോ അവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് ഇറങ്ങി പിന്നെ നേരെ പോയിട്ട് ഞങ്ങൾ അടുത്തുണ്ടായിരുന്ന ഒരു സ്റ്റേഷനറി കടയ്ക്ക് കേട്ടോ. എല്ലാ ദിവസം മാഗിയും ചപ്പാത്തി ആലു പൊറോട്ടൊക്കെ കഴിച്ച് മടുത്ത് കാരണം ഈ കാണുന്ന കടയിൽ നിന്ന് 1 കിലോ അരി വാങ്ങിച്ചിട്ടുണ്ട്. ഇപ്പൊ ചിറ്റ്കുള്ളിക്കുള്ള ബസ് 10 മിനിറ്റിനുള്ളിൽ എത്തുന്നു പറഞ്ഞുകൊണ്ടും പിന്നെ പുറത്ത് നല്ല മഴയായതുകൊണ്ടും പിന്നെ ഞങ്ങൾ ബസ് സ്റ്റോപ്പിൽ പോകാൻ നിന്നില്ല. അങ്ങനെ ഇപ്പൊ ബസ്സിലും കയറി സീറ്റിലിരുന്ന് ഇപ്പൊ 2 ആൾക്കുള്ള ടിക്കറ്റ് കൊടുത്തിട്ടുണ്ട്. സൺക്ലൈന്ന് ചിറ്റ്കുളി വരെ ഒരാൾക്ക് 65 രൂപയായിട്ടാ ചാർജ് ആയ. ഏകദേശം ഇവിടെ നിന്ന് 20 കിലോമീറ്റർ ഉള്ള കാരണം പിന്നെ ബസ്സിലിരുന്ന് നല്ല ഉറക്കായിരുന്നു ഞങ്ങൾ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോ ഇളകി എടുക്കുന്ന റോഡായ കാരണം ബസ്സിന്റെ ഇളക്കം അതേപോലെ തന്നെ കൂടിയുണ്ട്. അപ്പോഴാണ് ഞാൻ ഉറക്കത്തിൽ നിന്ന് എനിക്കിന്ന് പുറത്ത് നല്ല കാഴ്ചകൾ കാണാൻ പറ്റിയത്. ബാക്കിയപ്പോ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. അപ്പൊ ഓക്കെ, ബൈ.